മുൻ LDF സർക്കാരിനെതിരായ PM ശ്രീ ഡീൽ ആരോപണത്തിലും ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരായ അഴിമതി ആരോപണങ്ങളിലും മലക്കം മറിഞ്ഞ UDF സർക്കാർ. ഊരാളുങ്കലിൻ്റേത് നിലവാരമുള്ള പ്രവർത്തികളാണെന്നും സർക്കാരിൽ നിന്ന് വഴിവിട്ട ഒരു സഹായവും അവർ കൈപ്പറ്റിയിട്ടില്ല എന്നും പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ നിയമസഭയിൽ പറഞ്ഞു. വർക്ക് ലോഡ് കൂടിയതുകൊണ്ട് മാത്രമുണ്ടായ പ്രശ്നങ്ങളാണുള്ളതെന്നും PK ബഷീർ കൂട്ടിച്ചേർത്തു. PM ശ്രീ കരാർ ഒപ്പിടാൻ കഴിഞ്ഞ സർക്കാർ നിർബന്ധിതമാവുകയായിരുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. PM ശ്രീ ഒപ്പിടാത്തതിന്റെ പേരിൽ മറ്റ് കേന്ദ്ര ഫണ്ടുകളും കേന്ദ്ര സർക്കാർ അന്യായമായി തടഞ്ഞുവെച്ചുവെന്നും ഷംസുദ്ദീൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിരിക്കെ പിണറായി സർക്കാരിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളിലെല്ലാം ഭരണം ലഭിച്ചപ്പോൾ നിലപാട് മാറ്റുകയാണോ VD സതീശൻ സർക്കാർ? കാണാം RDX റാവ്. പ്രതിപക്ഷത്തായിരുന്ന സമയത്തെടുത്ത നിലപാടുകളുടെ കടകവിരുദ്ധമായ സമീപനമാണ് ഇപ്പോൾ UDF സർക്കാർ സ്വീകരിക്കുന്നത്. PM ശ്രീ വിഷയത്തിലും ഊരാളുങ്കൽ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചും നിലപാട് മാറ്റിയായിരുന്നു സഭയിൽ മന്ത്രിമാരുടെ മറുപടി. PM ശ്രീ കരാർ ഒപ്പിടാൻ കഴിഞ്ഞ സർക്കാർ നിർബന്ധിതമാവുകയായിരുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ സഭയിൽ പറഞ്ഞു. 3 വർഷം കൊണ്ട് ആകെ 1000 കോടിയോളം രൂപ ഇനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു. PM ശ്രീ ഒപ്പിടാത്തതിന്റെ പേരിൽ മറ്റ് കേന്ദ്ര ഫണ്ടുകളും കേന്ദ്ര സർക്കാർ അന്യായമായി തടഞ്ഞുവെച്ചുവെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. ഊരാളുങ്കലിന് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തികൾ അനുവദിച്ച് മുൻ സർക്കാർ അവരെ സഹായിച്ചോ എന്നായിരുന്നു VT ബൽറാം MLA ചോദ്യം. ഊരാളുങ്കലിന്റേത് നിലവാരമുള്ള പ്രവൃത്തികളാണെന്നും ക്രമവിരുദ്ധമായി ഒന്നും ഊരാളുങ്കലിന് നൽകിയിട്ടില്ല എന്നും മന്ത്രി PK ബഷീർ മറുപടി നൽകി. ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരേ സമയം ഏറ്റെടുത്ത് നടത്തുന്നതിലുള്ള ജോലിഭാരം മാത്രമാണ് നിലവിൽ ഊരാളുങ്കൽ നേരിടുന്ന ഏക പ്രശ്നമെന്നും മന്ത്രി പറഞ്ഞു. വൈകിയാണെങ്കിലും ബോധോദയമുണ്ടായതിൽ സന്തോഷം എന്നായിരുന്നു VN വാസവന്റെ പരിഹാസം. RDX റാപ്പ് ന്യൂസ് മലയാളം. PM ശ്രീ ഒപ്പിടാത്തതിന്റെ പേരിൽ മറ്റ് കേന്ദ്ര ഫണ്ടുകളും കേന്ദ്ര സർക്കാർ അന്യായമായി തടഞ്ഞുവെച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പിടാൻ നിർബന്ധിതരായതെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. 152 ബ്ലോക്കുകളിൽ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷം വെച്ച് കിട്ടുമ്പോൾ ഒരു 900 കോടിയിൽ പരം 1000 കോടിയിൽ താഴെ രൂപ ആ ഇനത്തിലും, പിന്നെ അന്യായമായി ഇത് ഒപ്പിടാത്തതിന്റെ പേരിൽ മറ്റ് കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണല്ലോ. കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ നിർബന്ധിതമായത് ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഇനത്തിൽ ഇവിടെ SSKക്ക് ലഭിക്കാനുള്ള 1100, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1150 കോടി രൂപയും കിട്ടാതെ പോകുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒപ്പിടാത്തതിന്റെ പേരിൽ 2000-ഓളം കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടമാകുന്ന ഒരു സ്ഥിതിയുണ്ട്. ക്രമവിരുദ്ധമായി ഒന്നും ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകിയിട്ടില്ലെന്നും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ വർക്ക് ലോഡ് കൂടിയതുകൊണ്ട് മാത്രം ഉണ്ടായവയാണെന്നും പൊതുമരാമത്ത് മന്ത്രി PK ബഷീറും ഇന്ന് നിയമസഭയിൽ പറഞ്ഞു. അതിലേക്ക്. ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 165 പ്രവൃത്തികളിൽ 40ഓളം പ്രവൃത്തികൾ മന്ദഗതിയിലാണ്. കാരണം അവർക്ക് വർക്ക് ലോഡ് കൂടി. മുമ്പ് ഒരു ഏരിയ മാത്രം, ഇപ്പോൾ കാസർഗോഡ് മുതൽ പാറശാല വരെ എല്ലാവിധ പ്രദേശങ്ങളിലും വർക്ക് നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അവിടെ പ്രവർത്തനങ്ങളിൽ വർക്കുകളിൽ ഒരു മന്ദീഭവനം വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ അവിടെ ബന്ധപ്പെട്ട അതിൻ്റെ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഭാരവാഹികളെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. ഈ പ്രവൃത്തി വളരെ വളരെ മന്ദഗതിയിലായതുകൊണ്ട് പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഊരാളുങ്കലിനെ വിമർശിച്ചവർ തന്നെ നിലവാരമുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും വൈകിയാണെങ്കിലും ബോധോദയമുണ്ടായതിൽ സന്തോഷമുണ്ടെന്നും VN വാസവൻ പരിഹസിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ലോകത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും നല്ല സഹകരണ സംഘങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ അവരെ തിരഞ്ഞെടുത്തിരുന്നത്. അത് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തുണ്ടായിരുന്ന പലർക്കും അത് ബോധ്യപ്പെടാതെയും പരിഹാസത്തോടു കൂടി അതിനെ കാണുകയും ചെയ്തിരുന്നു. വിമർശനം ഉയർത്തിയവർക്ക് തന്നെ യാഥാർത്ഥ്യബോധത്തോടെ ആ പ്രശ്നത്തെ സമീപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിയുടെ മറുപടിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അഴിമതി, സ്വജനപക്ഷപാതം, കരാർ വ്യവസ്ഥകളുടെ ലംഘനം തുടങ്ങി കടുത്ത ആരോപണങ്ങളാണ് ഊരാളുങ്കലിനെതിരെ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDF നേതാക്കൾ ഉയർത്തിയത്. ചില നേതാക്കളുടെ അന്നത്തെ രൂക്ഷ പ്രതികരണങ്ങൾ നമുക്കൊന്ന് വേഗത്തിൽ കണ്ടുവരാം. CPM-ന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന ഗുരുതരമായ ആരോപണം ഞാൻ ഉന്നയിക്കുക. ഊരാളുങ്കലിന് ടെൻഡർ വേണ്ട, ഊരാളുങ്കൽ തന്നെയാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത്. 100 കോടി രൂപയുടെ വർക്കിന്റെ എസ്റ്റിമേറ്റ് 200 കോടി എന്ന് ഊരാളുങ്കൽ പറഞ്ഞത് 200 കോടിയാണ് എസ്റ്റിമേറ്റ്. 500 കോടി രൂപയുടെ പരിപാടി 750 കോടി എന്ന് ഊരാളുങ്കൽ പറഞ്ഞാൽ എസ്റ്റിമേറ്റ് 750 കോടിയാണ്. കേരളത്തിലെ CPM-ന്റെ
സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. അവർക്ക് എല്ലാ പ്രധാനപ്പെട്ട കരാറുകളും കൊടുക്കുക, ആ കരാറുകളിൽ സൊസൈറ്റി എന്നുള്ള ആനുകൂല്യം കൊടുത്ത് ടെൻഡറില്ലാതെ നടപടി സ്വീകരിക്കുക, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി മോദിക്ക് അദാനി എങ്ങനെയാണോ അതുപോലെയാണ് ശ്രീ പിണറായി വിജയന് ഈ ഊരാളുങ്കൽ സൊസൈറ്റി. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളുണ്ട്, അതിന് നടപടിക്രമങ്ങളുണ്ട്. അതെല്ലാം പാലിച്ചാണോ ഇത് കൊടുത്തിട്ടുള്ളതെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഊരാളുങ്കൽ പോലെയുള്ള ഒരു സൊസൈറ്റിക്ക് ഇത് നൽകുന്നത് അങ്ങേയറ്റത്തെ അപകടകരമായ ഒരു കാര്യമാണ്. അരീക്കോട് പഞ്ചായത്തിലെ ഇടപെടി പോലും ഊരാളുങ്കൽ, കണ്ണാടിപ്പറമ്പിൽ നടക്കുന്ന വർക്ക് പോലും എല്ലാം ഊരാളുങ്കൽ. ഇത് യഥാർത്ഥത്തില് കേരളത്തിലെ അദാനിയാണ് ഈ ഊരാളുങ്കൽ. അദാനി എങ്ങനെയാണോ പ്രധാനമന്ത്രിയുടെ കള്ളപ്പണത്തെ വെളുപ്പിക്കുന്നത് എന്നതുപോലെ മുഖ്യമന്ത്രിയുടെയും സഖാക്കളുടെയും കള്ളപ്പണം വെളുപ്പിക്കുന്ന കേരളത്തിന്റെ അദാനിയാണ് ഈ പറയുന്ന ഊരാളുങ്കൽ എന്ന് പറയുന്നത്. ശ്യാമലിപ്പം കവലപ്രസംഗമല്ല ഭരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പോലും കടുത്ത ആരോപണങ്ങളാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. അതായത് ഇപ്പം നമ്മൾ കേട്ടല്ലോ, അതായത് വി ഡി സതീശനും കെ സി വേണുഗോപാലും കെ എം ഷാജിയും രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞ കടുത്ത ആരോപണങ്ങൾ നമ്മൾ കേട്ടു. പക്ഷേ ഈ സർക്കാർ അധികാരമേറ്റ് എനിക്ക് തോന്നുന്നു പൊതുമരാമത്ത് മന്ത്രിയുടെ പരിമിതമായ തവണകളിലെ പൊതുമരാമത്ത് മന്ത്രി മറുപടി പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ സഭയിൽ. അതിനിടയ്ക്ക് തന്നെ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മുഴുവൻ, ഈ ആരോപണങ്ങൾ മുഴുവൻ തെറ്റാണ് എന്ന് പറയേണ്ടി വന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. എന്താണ് സംഭവിച്ചത്? പകൽ പോലെ വ്യക്തം എന്താണ് സംഭവിച്ചത്. അതായത് സത്യം ചെരുപ്പിടുമ്പോഴേക്കും ലോകം മുഴുവൻ ലോകം ചുറ്റി സഞ്ചരിച്ചു വരും എന്നാണല്ലോ കേട്ടിരിക്കുന്നത്. അങ്ങനെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച 2 നുണകൾ ഇന്ന് അടപടലം ഭൂലോക നുണകൾ പൊളിഞ്ഞു വീണ ദിവസമാണ് ഇന്ന്. അത് നിയമസഭയിൽ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ 2 ലീഗ് മന്ത്രിമാർ അവരവരുടെ ഭാഗമായി ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അതൊന്ന് PM ശ്രീ, മറ്റൊന്ന് ഇത്. അതിലെ സത്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ സത്യം മറ്റൊന്നുമല്ല, മുൻ സർക്കാർ PM ശ്രീയിൽ ഒപ്പിടാൻ നിർബന്ധിതരാകുകയായിരുന്നു. അവരതുമായി ബന്ധപ്പെട്ട് തുടർ നീക്കങ്ങളൊന്നും സ്വീകരിച്ചിരുന്നില്ല. പിന്നെന്തായിരുന്നു? പിന്നെ മറ്റൊന്ന്, കരാറിൽ ഒപ്പിട്ടപ്പോൾ ലഭിച്ചത് SSK ഫണ്ടായിരുന്നു. വ്യക്തമാണല്ലോ, ഇതായിരുന്നു സത്യം. ഇതായിരുന്നു നമ്മൾ ഇത്രയും കാലം ഇവിടെയുള്ള ബാക്കിയുള്ളവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും അന്ന് ഭരണപക്ഷത്തിരുന്നവരും മുഴുവൻ പറഞ്ഞിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇത് സംഭവിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ആ സത്യം പറഞ്ഞു. രണ്ടാമത്തത്, ഊരാളുങ്കൽ സൊസൈറ്റി നിലവാരമുള്ള പ്രവൃത്തികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് അനധികൃതമായി പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ മറ്റൊന്ന്, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം അവരുടെ ഓവർലോഡ് കൊണ്ടാണ്, വർക്ക് ലോഡ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. അത് ഞാൻ അവരുമായി വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പൊതുമരാമത്ത് മന്ത്രിയും പറഞ്ഞത്. അങ്ങനെ 2 കാര്യങ്ങൾ, ഇത് രണ്ടും ഏറ്റവും വലിയ മൂർച്ചയുള്ള ആരോപണങ്ങളായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്. അത് CPM BJP ഡീലിന് ഒരു ഉദാഹരണമാക്കി PM ശ്രീ എടുത്തിരുന്നു. മറ്റൊന്ന്, ഊരാളുങ്കൽ എന്നുള്ളത് ഇവിടെയുള്ളവർ വലിയ അഴിമതി വീരന്മാരാണ് ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കള്ളപ്പണം അടക്കം വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സൊസൈറ്റി ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞത്. അത് നമ്മൾ എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ എന്തായാലും എടുത്തു പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പോൾ നമ്മൾ കേട്ടതാണ്. CPIMൻ്റെ അഴിമതിപ്പണം പാർക്ക് ചെയ്തിരിക്കുന്ന ഇടമാണ് ഇവിടെ. ഈ സൊസൈറ്റി വഴി സംസ്ഥാന ഖജനാവ് കൊള്ളയടിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പരാമർശം. പിന്നെ PM ശ്രീയിലുള്ളത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല, നമ്മൾ നേരത്തെ ഇത് പറഞ്ഞതാണ്. RSS അജണ്ട നടപ്പാക്കുകയാണ് ഇവിടുത്തെ സർക്കാർ. ഇത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറും, ഞങ്ങളിത് നടത്തില്ല. പിന്നെ വന്നുള്ളത് CPIM BJP ബന്ധത്തിൻ്റെ ഇടനിലയാണ് PM ശ്രീ. ഇങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹം അത് പറഞ്ഞിരുന്നത്. എന്തായാലും ഇതേ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ കാര്യങ്ങൾ 2 മന്ത്രിമാർ ഇവിടെ പറയുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, വീണ്ടും സത്യം പറയുകയാണ് ഇവർ എന്നുള്ളത് ഭയങ്കര ശുഭകരമായ ഒരു സൂചനയാണ് നിലവിൽ സഭയിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും PM ശ്രീ അവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മൾ ഊരാളുങ്ങളുടെ കാര്യത്തിലേക്ക് വരണമല്ലോ. PM ശ്രീയിൽ ഇപ്പോഴെന്തായാലും പ്രേക്ഷകർക്കും നാട്ടുകാർക്കൊക്കെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, എന്തിനാണ് ഇതിൽ ഒപ്പിട്ടത്, എന്തുകൊണ്ടാണ് ഇത് മരവിപ്പിച്ചത്, മുൻ നിലപാട് എന്തായിരുന്നു ഉള്ളവർ, ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാരാണ് ഇപ്പോഴും, അതിൽ വീണ്ടും അത് ഡിഫെൻഡ് ചെയ്യുന്നത് ആരാണ്, ഈ സാഹചര്യത്തിനനുസരിച്ച് ഇതൊക്കെ മാറ്റിക്കളിക്കുന്ന ആരാന്നൊക്കെ നിലവിൽ എന്തായാലും പ്രേക്ഷകർക്ക് അറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും അത് അറിയാമെന്നാണ് തോന്നുന്നത്. എന്തായാലും PM ശ്രീയിൽ KC വേണുഗോപാൽ പറഞ്ഞതാണ്, മോദിക്ക് അദാനി പോലെ പിണറായി ഊരാളുങ്കൽ. രമേശ് ചെന്നിത്തല ഗവർണർക്ക് കത്ത് കൊടുത്തിരുന്നു, ഇത് ചട്ടലംഘനപരമായിട്ടാണ് നിലവിൽ കാര്യങ്ങൾ ഇവിടെ നീക്കുന്നത്, ഇവർക്ക് കരാർ കൊടുക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഗവർണർക്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്ത ആളാണ് രമേശ് ചെന്നിത്തല. പിന്നെ ലീഗിലെ നിലപാടുകാരനും പിന്നെ മുഖ്യമന്ത്രിയുമായ PM ഷാജി, അദ്ദേഹത്തിന് ഇപ്പോൾ ശരിക്കും കണ്ടകശനിയാണെന്ന് തോന്നുന്നു. കാരണം പറഞ്ഞതൊക്കെ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് വിഴുങ്ങേണ്ടി വരിക എന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും നിരീക്ഷിച്ച് കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കേരളത്തിലെ അദാനിയാണ് ഊരാളുങ്കൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിപ്പോൾ
ഇനി എല്ലാം പോട്ടെ, ഇതുണ്ടായ ഒരു സാഹചര്യം ഇടതുപക്ഷത്തിലെ ആരെങ്കിലും കാലകൂട്ടി ചോദിച്ച ചോദ്യമോ മറ്റോ ആണോ ഈ ഉത്തരം വരുന്നത്? അല്ല, ചോദിച്ചിരിക്കുന്നത് VT ബൽറാമാണ്. അദ്ദേഹമാണ് അത് ചോദിച്ചത്. ഊരാളുങ്കലിന് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തികൾ അനുവദിച്ച് അവരെ കുത്തകയാക്കാൻ കഴിഞ്ഞ സർക്കാർ സഹായിച്ചോ? ഇതായിരുന്നു ചോദ്യം. അപ്പോഴാണ് ഈ ഉത്തരങ്ങളെല്ലാം വന്നത്. ഇല്ല, ക്ലീൻ ചിറ്റ്, മുഴുവൻ ഗുഡ് സർട്ടിഫിക്കറ്റാണ് എല്ലാ കാര്യങ്ങളിലും. അത് കൃത്യമായി തന്നെ പറയുകയും ചെയ്തു. ഇനി ഊരാളുങ്കലിനെ സംബന്ധിച്ച് ഇത്രയും നല്ലൊരു PR അവർക്ക് വേറെ കിട്ടാനൊന്നുമില്ല. നിയമസഭയിൽ വന്നിരിക്കുന്നു, അതിൽ അവിടെ രേഖയാണല്ലോ. എന്തായാലും അവരുടെ കമ്പനിക്ക് ഉണ്ടെന്ന് ബഹുഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നൊരു വിശ്വാസ്യത എന്തായാലും UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കൂടെ കിട്ടിയതോടുകൂടി ഇനിയിപ്പോൾ ആ ആക്ഷേപമില്ല എന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും ഇനി ഇതിപ്പം ഊരാളുങ്കലിനെ പറ്റി എല്ലാവരും ഇതിനോടകം തന്നെ ഇതെന്താണ് എന്നുള്ളത് എല്ലാവർക്കും ഒരു ധാരണയുണ്ടാകും. എങ്കിലും പറയാണ്, ഒരു 101 വർഷം പ്രായമുണ്ട് ഈ കമ്പനിക്ക്. എന്തായാലും നവോത്ഥാന നായകനായ വാഗ്ബടാനന്ദൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ഒരു 14 യുവാക്കൾ കൂടി ചേർന്നാണ് ഇത് രൂപീകരിച്ചത്. അന്ന് ഏറെക്കുറെ 34 പൈസയോ മറ്റോ ആയിരുന്നു ഇതിൻ്റെ ഒരു മൂലധനം ഉണ്ടായിരുന്നത്. പിന്നീട് ഇത്ര വലിയ മൂലധനമുള്ള 18,000 പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സഹകരണ സംഘമായിട്ട് നിലവിൽ ഇത് മാറുകയാണ് ചെയ്തത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഞാൻ നോക്കുമ്പോൾ പറഞ്ഞ കൂലിവേലക്കാരുടെ പരസ്പര സഹകരണ സംഘം എന്ന് പോലും ഇത് അറിയപ്പെട്ടിരുന്നു. അത് അത്ര റൂട്ടഡ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഏതെങ്കിലും ഒരു കുത്തക കമ്പനിയാണെങ്കിൽ നമ്മൾ അതിനെ ആ വഴിക്ക് വിട്ടുകയോ അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും അവർ അഴിമതി നടത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സാഹൂതം വീക്ഷിക്കുകയും ചെയ്യും. പിന്നെ പക്ഷേ ഇക്കാര്യത്തിൽ ഇവർ നേരിട്ട ഒരു ആക്ഷേപവും അതിൻ്റെ മൂർച്ചയും കാണുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇവരെപ്പറ്റി പറയേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകുന്നത്. അതുകൊണ്ടാണ്. എന്തായാലും കേരളത്തിനൊപ്പം തന്നെയാണ് ഈ കമ്പനിയും വളർന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പോലെ തന്നെയാണ് ഈ കമ്പനിയും വളർന്നു വന്നിരിക്കുന്നത്. ഇവരുടെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെ സത്യത്തിൽ ഒരു 2000 കാലത്താണ് വരുന്നത്. അത് ഏതെങ്കിലും സർക്കാരിൻ്റെ പ്രൊജക്റ്റ് ആദ്യം ഏറ്റെടുത്ത് ചെയ്യുന്നതിലൂടെയല്ല ഇവർ വരുന്നത്. അന്ന് നാട്ടുകാർ, ഈ റോഡിലെ ഒരു ഗേറ്റ് പദ്ധതി ഉണ്ടായിരുന്നു. അത് ഒരു ടേണുള്ള ഒരു പിന്നെ ഒറ്റവരി റെയിൽവേ ഗേറ്റും അങ്ങനെ ഉണ്ടായപ്പം ഭയങ്കര യാത്രാ ബുദ്ധിമുട്ട് നാട്ടുകാർക്കുണ്ടായപ്പോൾ ഈ നാട്ടുകാരാണ് ഇവരോട് പറയുന്നത് ഇതൊന്ന് ഏറ്റെടുത്ത് ചെയ്തു തരണം. അത് വളരെ വിജയകരമായി ഇവർ പൂർത്തിയാക്കിയെന്നാണ് ഇതിൻ്റെ ഒരു ജനകീയ മുഖത്തെപ്പറ്റി ഞാനൊന്ന് നോക്കിയപ്പോൾ കണ്ടത്. അതിനുശേഷമാണ് ശരിക്കും ഏറ്റവും ഇപ്പോൾ വിമർശിക്കുന്നവർക്ക് ഇക്കാര്യത്തിൽ ബോധ്യം ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ വിമർശിക്കുന്നവർ, അതായത് UDF ആയിരുന്നല്ലോ വിമർശനം. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും അധികം പദ്ധതികൾ ഈ ഊരാളുങ്കലിന് നൽകിയത് എന്നുള്ളതാണ് വസ്തുത. അതിനുവേണ്ടി 2015 സത്യത്തിൽ അങ്ങനെ ഒരു ചട്ടം തന്നെ, ഒരു ഉത്തരവ് തന്നെ ഇറക്കിയിരുന്നു അവർ. കാരണം ഈ പദ്ധതി അഴിമതി ഒഴിവാക്കുവാനും ഈ പദ്ധതിയുടെ കാലതാമസമൊക്കെ ഇല്ലാതിരിക്കുവാനും വേണ്ടി പിന്നെ അക്രഡിറ്റഡായ, അതായത് യോഗ്യതയുള്ള ഒരു കമ്പനിക്ക് സർക്കാർ പദ്ധതികൾ, കരാറുകൾ നൽകുവാൻ വേണ്ടി ടെൻഡർ ഇല്ലാതെ നൽകുവാനുള്ള ഒരു ഉത്തരവ് ഇരിക്കുന്നത് 2015 ഉമ്മൻചാണ്ടി സർക്കാരാണ്. അതിൻ്റെ ഭാഗം, ആ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഊരാളുങ്കനെ ഒരു അക്രഡിറ്റഡ് സൊസൈറ്റി ആയിട്ട് അംഗീകരിക്കുകയായിരുന്നു അപ്പോഴുണ്ടായിരുന്നു. എന്നിട്ടും 1000-ലധികം കോടിയുടെ പദ്ധതികൾ അക്കാലത്ത് ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അത് നമുക്കറിയാം. കോഴിക്കോട്ടാണെങ്കിലും തൊണ്ടനാടും പിന്നെ രാമനാട്ടുകര ഫ്ലൈ ഓവറുകൾ തുടങ്ങി വലിയ വലിയ പദ്ധതികൾ ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഇവർ ഏറ്റവും സുതാര്യമായും ഇത് എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ട കാര്യമാണല്ലോ ഇപ്പോൾ VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അതെ, ഇവരും എസ്റ്റിമേറ്റ് അനുസരിച്ച് തന്നെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ തൊണ്ടയാട് പാലത്തിലാണെന്ന് തോന്നുന്നു, ഫ്ലൈ ഓവറിലാണെന്ന് തോന്നുന്നു, എസ്റ്റിമേറ്റിന് താഴെയാണ് അവർക്ക് ചിലവായി വന്നിരിക്കുന്നത്. 17 കോടി രൂപ തിരിച്ചു നൽകി എന്നുള്ളതായിരുന്നു അവർക്കൊരു വലിയ മേന്മയായിട്ട് അന്ന് വാർത്തയും ഒക്കെ ആയിരുന്നു. അത്തരം വാർത്താ ശകലങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എസ്റ്റിമേറ്റ് അനുസരിച്ച് അവർ 200 കോടി എസ്റ്റിമേറ്റ് ഇടുന്നു എന്ന് പറഞ്ഞവർ ഇക്കാര്യം കൂടെ മറന്നു പോകരുത്. അതൊക്കെ ഇവരുടെ കാലത്താണ്, UDF സർക്കാരിൻ്റെ കാലത്തു കൂടിയാണ് നടക്കുന്നത്. അതും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇവരെ അംഗീകരിക്കുകയും ഇവർക്ക് വീണ്ടും വീണ്ടും പദ്ധതികൾ കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്രയധികം, അതായത് 1 ലക്ഷത്തോളം പേർക്ക് അത്താണിയായിട്ടുള്ള ഒരു കാര്യം, 18,000 പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു കാര്യം, ആ കാര്യത്തിൽ അധികാരത്തിൻ്റെ വിശപ്പ് കൊണ്ട് മാത്രം UDF ഇത്രയും കാലം ഇത്രയും പച്ച നുണ പറഞ്ഞ് ഇവരെ അപകീർത്തിപ്പെടുത്തുന്നതാണ്. ഒരു വേള ഇവർ സത്യത്തിൽ പൊതുമധ്യത്തിൽ മാപ്പ് പറയേണ്ട കാര്യമാണ്. ഇങ്ങനെയായിരുന്നില്ല ഇത് എന്നുള്ളത്. ഒരുതരം കുറ്റസമ്മതമോ വീഴ്ച സമ്മതിക്കലോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നിയമസഭയിൽ, അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷേ ഒന്നാം പാവം തിന്നാ തീരുന്ന് പറയുന്നുള്ളൂ. ഇനി അവർ തിന്നട്ടെ എന്നുള്ളതാണ്. UDF അത് സത്യത്തിൽ മറ്റുള്ള നിലപാടുകളും വിഴുങ്ങുന്നത് പോലെ ഇതങ്ങ് വിഴുങ്ങണ്ട, ഇതങ്ങ് തിന്നുക തന്നെ വേണം. ആ പാവം അങ്ങോട്ട് തീരട്ടെ, ഇത് പറയണമല്ലോ നാട്ടുകാരോട് ഇങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ മാത്രം ഈ ഊരാളുങ്കലിനെ പറ്റി അവരുടെ മുൻചരിത്രങ്ങൾ, പ്രത്യേകിച്ച് ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള ചരിത്രങ്ങൾ മറന്നുകൊണ്ട്, അതുമാത്രമല്ല അധികാരത്തിന് വേണ്ടി മാത്രം ഇവരെ കരുവാക്കുകയും അതിൻ്റെ ഭാഗമായി ഇവിടെ കള്ളപ്പണം വെടിപ്പിക്കലാണ്,
CPM-ന്റെ കള്ളപ്പണത്തിനുള്ള പാർക്ക് ചെയ്തിരിക്കുന്ന ഇടമാണ്, മോദി അദാനിയാണ് ഇവിടുത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. സത്യത്തിൽ ഇവരുടെ ഒരു സിസ്റ്റം എന്നുള്ളത് ഈ 18,000 ഒരു ഓഹരി പങ്കാളിത്തമുണ്ട്, അങ്ങനെയാണല്ലോ. അതും അംഗത്വം ഇല്ലാതെ ഇതിലെ സൊസൈറ്റിയിലേക്ക് വരുന്നു. പിന്നീട് ഒരു 2 വർഷത്തെ സേവനത്തിന് ശേഷം ഇവർക്ക് അംഗത്വത്തിനും ഓഹരി പങ്കാളിത്തത്തിനും അനുമതി കൊടുക്കുന്നു. ഇതാണ് അവരുടെ ഒരു സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ ഇത്രയും സിസ്റ്റമാറ്റിക്കായി പോവുകയാണ് ഇത് പിന്നെ രാഷ്ട്രീയ നിയമനമൊന്നുമല്ല ഇതിനുള്ളിൽ നടക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലുള്ളവർക്ക് രാഷ്ട്രീയമുണ്ടാവാം, പക്ഷേ രാഷ്ട്രീയ നിയമനങ്ങളൊന്നുമല്ല എന്തായാലും ഊരാളുങ്കലിൽ നടക്കുന്നുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കെ മുരളീധരൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, മറ്റേ എറണംകെട്ട കാര്യത്തിൽ. പുറകിലോട്ട് നോക്ക്, അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞത് ഈ സ്ഥാനത്തിരിക്കുമ്പോൾ എനിക്ക് ബാധകമല്ല എന്നുള്ളത് ഇന്നലെ പറഞ്ഞിരുന്നത് ഈ അമ്പളം കാണിച്ചിട്ട്. ചിലപ്പോൾ അതേ മാനസികാവസ്ഥയിലായിരിക്കും PK ബഷീറും, അങ്ങനെ മനസ്സിൽ ധ്യാനിച്ചായിരിക്കും ചിലപ്പോൾ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അതിന് പ്രതികരിക്കുക അറിയില്ല. അന്നേരം അദ്ദേഹവും ചിലപ്പോൾ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ആവാം എന്നാണോ കരുതുന്നത് അറിയില്ല. എന്തായാലും ഒരു മുൻമാതൃക കെ മുരളീധരൻ കൊടുത്തിട്ടുണ്ട്. അത് ആ ലൈനിൽ പോകുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കണ്ടറിയണം. എനിക്ക് ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്. അതായത് ഈ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല അങ്ങനെ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ആണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. അതെന്തൊക്കെയാണ്? പ്രധാനമന്ത്രിക്ക് അദാനി എങ്ങനെയാണോ അതുപോലെയാണ് പിണറായി വിജയന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. CPM-ന്റെ അനധികൃത സമ്പത്ത് പാർക്ക് ചെയ്യുന്ന ഇടമാണ് ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. സ്വന്തം നിലയ്ക്ക് എസ്റ്റിമേറ്റ് തീരുമാനിച്ച് സ്വന്തം നിലയ്ക്ക് നടപ്പാക്കുന്നു. അവർ തന്നെ എസ്റ്റിമേറ്റ് വർദ്ധിപ്പിച്ചു പറഞ്ഞ് അവർ തന്നെ ആ തീരുമാനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നു. അതിനനുസരിച്ച് അവർക്ക് പണം കൊടുക്കുന്നു. ഇങ്ങനെ അനധികൃതമായ കാര്യങ്ങളാണ് സമ്പൂർണ്ണമായി നടക്കുന്നതെന്ന് ആധികാരികമായി വാർത്താസമ്മേളനം വിളിച്ചാണ് VD സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഈ വികസന മാതൃകകളെയൊക്കെ ആ നിലയ്ക്കൊക്കെ ഒന്ന് അവതരിപ്പിച്ചു കൂടിയേ അന്ന് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയൂ, അല്ലെങ്കിൽ LDF-നെ പ്രതിരോധത്തിലാക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞ് ആ നിലയ്ക്ക് തന്ത്രപരമായി പ്രചരിപ്പിച്ചതാണത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് അന്ന് ഈ മുതിർന്ന നേതാക്കൾക്ക് അറിയാം, അവർക്ക് അതൊക്കെ അറിയാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തവരല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അതിന് കാരണമുണ്ട്, ഞാൻ വിശദീകരിക്കാം. മറ്റൊന്ന് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ N ഷംസുദ്ദീൻ പറഞ്ഞത് എന്താണ്? നിർബന്ധിതരായി കഴിഞ്ഞ സർക്കാർ PM ശ്രീയിൽ ഒപ്പിടാൻ നിർബന്ധിതരായി. അങ്ങനെ ഒരു പ്രയോഗം ആദ്യമായിട്ടാണ് UDF-ന്റെ ഭാഗത്തു നിന്ന് കേൾക്കുന്നത്. എന്താണ് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്? BJP-യുമായുള്ള CPM-ന്റെ ധാരണയുടെ ബാക്കിയാണിത് എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഷംസുദ്ദീനും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം പഴയ ഫയലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അദ്ദേഹം വകുപ്പ് കൈകാര്യം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ ഈ ഫണ്ട് ഇവിടേക്ക് എത്തിക്കാനും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാനുമുള്ള മാർഗം എന്താണെന്ന് ആലോചിക്കുക, അല്ലാതെ മറ്റൊന്നും തരമില്ല. അതിനപ്പുറത്ത് ഇപ്പോൾ തമിഴ്നാട് പോരാടുന്ന മട്ടിൽ പോരാടാവുന്ന ഒരു സാമ്പത്തിക അവസ്ഥ എന്തായാലും ആ നിലയ്ക്ക് തമിഴ്നാട് വലിയ സ്റ്റേറ്റാണ്, വലിയ സാമ്പത്തിക വരുമാനം ഉള്ള സംസ്ഥാനമാണ്. ആ നിലയ്ക്കല്ല കേരളം എന്നുള്ളത് കൊണ്ടും ആ നിലയ്ക്ക് പോരാടാൻ കഴിയില്ല എന്നൊക്കെ അവർ കരുതുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ തിരിച്ചറിയുമല്ലോ, ഇപ്പോൾ കോൺഗ്രസ് സർക്കാരുകൾ, ഈ സംസ്ഥാനത്ത് നിലവിലുള്ള സകല കോൺഗ്രസ് സർക്കാരുകളും PM ശ്രീയിൽ ഒപ്പിട്ടു എന്ന് മാത്രമല്ല ഈ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ച സർക്കാരുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സ്വാഭാവികമായും ഇവിടെ കേരളത്തിൽ മാത്രം ഈ ഒറ്റക്കൈയിൽ അഭ്യാസ പ്രകടനം നടത്തുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ടാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ, അതായത് 5 വർഷം ഇനി ഭരിക്കാനുണ്ട്. ഇപ്പോൾ ഷംസുദ്ദീനും ഇപ്പോൾ സഭയിൽ PK ബഷീറും ഒക്കെ ചെയ്തത് തന്നെയാണ് ശരിയായ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബഹളം, ഈ സംശയങ്ങൾ, ഈ കൺഫ്യൂഷൻസ് ഈ ഘട്ടത്തിൽ തീർത്താൽ പിന്നെ 4 വർഷം ഇത് ചോദിച്ചുകൊണ്ടിരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്ത്രപരമായി അവർ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് പറഞ്ഞതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത കുറച്ച് പേര് സഭയ്ക്കകത്തുണ്ട്. അതാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിനിമോന്, CR മഹേഷ്, ദീപക് ജോയ്, M വിൻസെൻ്റ്, മുഹമ്മദ് ഷിയാസ്, VT ബൽറാം, അബിൻ വർക്കി, നജീബ് കാന്തപുരം, KM അഭിജിത്ത്, രാജ, അങ്ങനെ 10 ഭരണപക്ഷ MLA-മാർ പാവങ്ങൾ ഈ നേതാക്കൾ പറഞ്ഞതിൽ തെറ്റിദ്ധരിച്ചു, അതിലങ്ങ് വീണു. അപ്പോൾ അവരന്ന് തീരുമാനിച്ച പോരാട്ടം നടത്താൻ വേണ്ടിയിട്ടാണല്ലോ ഈ സഭയിലേക്ക് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സർക്കാർ രൂപീകരിക്കുന്ന ഉടനെ തന്നെ ഊരാളുങ്കലിനെ ഞങ്ങൾ അങ്ങ് പിരിച്ചുവിടാൻ പോവുകയാണ്, അന്വേഷിക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള മൂഡിലാണ് വരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. ചോദ്യോത്തര ദിനമാണെന്ന്. ആ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഈ 10 പേർക്ക് ഊരാളുങ്കലിനെ കുറിച്ച് ചോദിക്കാനേ ഉള്ളൂ.
ഇതല്ലാതെ അവിടെ 4 പേര് വേറെ ചോദിച്ചിട്ടുണ്ട്. അതായത് 15 മിനിറ്റിനടുത്ത് സമയമെടുത്ത് ഇത്രയും പേരാണ് ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചത്. 4 പേര് ചോദിച്ച ചോദ്യങ്ങളിൽ 2 എണ്ണം ഈ പറഞ്ഞ ഊരാളുങ്കലിനെതിരെയുള്ള ആക്രമണമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ കെ വി സുമേഷും ബി ജോയിയൊക്കെ ശ്രമിച്ചതെങ്കിൽ അല്ലാത്ത ചില കാര്യങ്ങൾ ഇപ്പോൾ വി മുരളീധരൻ ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ സമയത്ത് നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ തന്നെയാണ് ചോദിച്ചത്. പക്ഷേ ഇവർ മുഴുവൻ പേരും ഈ 10 പേരും ഈ സമയം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുകയും അങ്ങനെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വണ്ണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ അവരെ കുറ്റമുക്തരാക്കുന്ന ഒരു നടപടിയിലേക്ക് ആ നടപടിക്ക് സഭ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം. ഞാൻ അവിടെ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ CPM-ൻ്റെ പണം പാർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ വരെ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കർശനമായ ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള ആലോചനയുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവിടെ ചോദിച്ച ചോദ്യങ്ങളും കൊള്ളാം, മോശം കാര്യങ്ങളല്ല. നടപടിക്രമങ്ങൾ പാലിക്കാതെ ടെൻഡർ അനുവദിച്ചിട്ടുണ്ടോ, അതുപോലെ ഇവരുടെ പദ്ധതികൾക്ക് ചെലവ് വർദ്ധിപ്പിക്കുകയും അങ്ങനെ ഇത് അവർക്ക് തോന്നിയ മട്ടിൽ അവർക്ക് പണം അനുവദിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടോ, ക്രമവിരുദ്ധമായി കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ടോ, തദ്ദേശീയർക്ക് ജോലി കിട്ടാത്ത സാഹചര്യം നിങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ടോ, പിന്നെ എന്താണ് ഇത്തരം കുറേ കാര്യങ്ങൾ. അതായത് കിഫ്ബിക്ക് കൊടുത്ത പണിയെക്കുറിച്ച്, കിഫ്ബിയിൽ എത്ര രൂപയുടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ULCC തന്നെ എസ്റ്റിമേറ്റ് ഇറക്കുന്നത്. പ്രതിപക്ഷ നേതാവായിരിക്കാം വി ഡി സതീശൻ ഉന്നയിച്ച ആരോപണം. അത് സഭയിൽ വന്നു ചോദ്യം. M. വിൻസെന്റിന്റെ ചോദ്യമാണ്. എസ്റ്റിമേറ്റ് അവർ തന്നെ തയ്യാറാക്കുന്നു എന്ന വർത്തമാനമുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ കഴിയുക? ഇന്നിപ്പോൾ ഈ ചോദ്യങ്ങളിലെല്ലാം കണ്ട ഒരു സാധനം, ഇങ്ങനെ ഒരു വർത്തമാനമുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞു അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞതല്ല. ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞതാണ്. അതുപോലും ഉറച്ചു ചോദിക്കാനുള്ള ആർജവമില്ലാതെയാണ് ഇവർ ഈ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചതെന്ന് സഭയിൽ ഈ ചോദ്യങ്ങളായി ഉന്നയിച്ചതെന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. അങ്ങനെ വർത്തമാനമുണ്ടായിരുന്നു എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചത്. ഇപ്പോൾ VT ബൽറാം ചോദിക്കുന്നുണ്ട്, ഈ 10 വർഷമായിട്ട് വർക്ക് കൂടുതൽ ഇവർക്ക് കൊടുക്കുന്നുണ്ട്, നേരത്തെ ഒരു ഏജൻസിക്ക് ഹോൾഡ് ചെയ്യാവുന്നതിനൊരു പരിധി ഉണ്ടായിരുന്നു, അതിന് മാറ്റം വന്നോ, ഇവർക്ക് കൂടുതലായി കൊടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം, എല്ലാ സംശയങ്ങളും വന്നിട്ടുണ്ട്. അതാണ് അതിനകത്തുള്ള ഗുണമുള്ള കാര്യം. പിന്നെ നജീബ് കാന്തപുരത്തിൻ്റെ സംശയമാണ്, പ്രീ ക്വാളിഫിക്കേഷൻ നിബന്ധനകളിൽ ഇളവ് നൽകി അങ്ങനെ ഇവർക്ക് വർക്ക് അനുവദിക്കുന്നുണ്ടോ. ഇതിനകത്ത് എന്നു മുതലാണ് ഈ പ്രീ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളിൽ ഇളവ് ലഭിച്ചത് എന്നതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൗതുകം അവിടെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മുതലാണ് ഈ ഇളവുകളെല്ലാം ഇവർക്ക് അനുവദിക്കപ്പെട്ടു തുടങ്ങിയത്. ഞാനൊരു കാര്യം പറയാം ശ്യാമിലി, അതായത് ഈ അക്രഡിറ്റഡ് ഏജൻസിയായി ഇത് മാറുന്നത് 2015 UDF സർക്കാരിൻ്റെ കാലത്ത് 17 അക്രഡിറ്റഡ് ഏജൻസികളെയാണ് അനുവദിക്കുന്നത്. അതിൽ 14 സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത്. 14 അല്ലാതെ 3 എണ്ണമേ ഉണ്ടായിട്ടുള്ളൂ. അതിലൊന്ന് അതാണ് സഹകരണ സംഘമായ ULCC, പിന്നെ ചാരിറ്റബിൾ സൊസൈറ്റിയായ ഹാബിറ്റാറ്റ്, പിന്നെ സന്നദ്ധ സംഘടനയായ കോസ്റ്റ് ഫോർഡ്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ആദ്യമായി ഇങ്ങനെ ഒരു സഹകരണ സംഘത്തെ കൂടി അനുവദിക്കുന്നത്, ULCCയെ അനുവദിക്കുന്നത്. അത് ചുമ്മാ അങ്ങ് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ഇതിൽ ആരോപിക്കാൻ പറ്റുമോ? ഒന്നുമല്ല, അവർക്ക് ഈ പണി ചെയ്യാൻ പറ്റും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടും ഈ മാനദണ്ഡങ്ങളെല്ലാം അവർ പാലിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുമാണല്ലോ അന്ന് ULCCയെ അനുവദിച്ചത്. നമ്മൾ ULCC എന്തെങ്കിലും അനധികൃതമായി അല്ലെങ്കിൽ അനധികൃതമായ വഴിയിലൂടെ പോയാലോ ഒക്കെ അതിനെ ചോദ്യം ചെയ്യണം. അത്തരത്തിലൊരു സംശയമുണ്ടെങ്കിൽ അതല്ല, അന്വേഷണം വേണം. പക്ഷേ അതിന് വ്യാജമായ ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് അതാവരുത്. അതാണ് അതിനകത്തുള്ള കുഴപ്പം. വെറുതെ വാചകമടിക്കാം, കവലപ്രസംഗം നടത്താം, പക്ഷേ അതൊക്കെ സീരിയസ് ആയി ധരിച്ച് ഈ 10 പാവപ്പെട്ട MLA-മാർ നിയമസഭയിൽ വന്നതാണ് ഇന്നെനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. ഇനി വേറൊരു കാര്യം പറയാം. ഇതിനകത്ത് ഇത്രയും 17 അക്രഡിറ്റഡ് ഏജൻസികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇവർക്ക് അമിതമായി എന്തോ അനുവദിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൂടെ പറയാം. 45 അക്രഡിറ്റഡ് ഏജൻസികളെ ആക്കി LDF സർക്കാർ. അതുമാത്രമല്ല, ഇവർക്ക് പരിധി വർദ്ധിപ്പിച്ചല്ലോ. ഇവർക്ക് ഏറ്റെടുക്കാവുന്ന വർക്കിൻ്റെ പരിധി വർദ്ധിപ്പിച്ചതിനൊപ്പം മറ്റെല്ലാ ഏജൻസികളുടെയും പരിധി വർദ്ധിപ്പിച്ചു. അതുമാത്രമല്ല, ഏജൻസികളുടെ എണ്ണം കൂട്ടി. അതായത് അവിടെ കോമ്പറ്റീഷൻ കൂടി. ഇനി അതുമാത്രമല്ല, ഇവിടെ അന്നത്തെ അക്രഡിറ്റേഷൻ കാലയളവ് ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചത് 5 വർഷമാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ പിണറായി സർക്കാർ എത്രയാണ് തീരുമാനിച്ചതെന്നറിയോ? 2 വർഷമാക്കി ചുരുക്കി. അപ്പോൾ ഇതെല്ലാം ഇളവാണോ? ഇവർക്ക് അനുവദിച്ചിരിക്കുന്ന ഇളവാണോ? അല്ലല്ലോ. ഇതെല്ലാം കൂടുതൽ കടുപ്പമുള്ള അവസ്ഥയിലേക്ക് പോയി. മാത്രമല്ല, ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇവരെ ടോട്ടൽ സർവീസ് പ്രൊവൈഡറായി ഉമ്മൻചാണ്ടി സർക്കാരാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ടോട്ടൽ സർവീസ് പ്രൊവൈഡറായി ഒരു ഊരാളുങ്കൽ സൊസൈറ്റിയെ തീരുമാനിക്കാൻ കാരണം എന്താണ്? ഇവർക്ക് ഇതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇവർക്ക് IT പാർക്ക് തന്നെയുണ്ട്.
അവിടെ എത്രയോ IT കമ്പനികളുണ്ട്. അതല്ലാതെ ടെക്നോ പാർക്കിൽ അവർക്ക് വേറെ സംവിധാനമുണ്ട് ഇതിന്. അപ്പോൾ ഒരു ടോട്ടൽ സർവീസ് പ്രൊവൈഡർ എന്ന നിലയ്ക്ക് അവരെ പരിഗണിക്കാവുന്ന സ്ഥിതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഇവർക്ക് അതിന് ശേഷമുള്ള കാലത്ത് പ്രത്യേകിച്ച് അവർക്ക് മാത്രമായി ഒരിളവും നിയമപരമായി ആ നിലയ്ക്ക് കിട്ടില്ല. നിയമപരമല്ലാതെ വല്ലതും കിട്ടിയിട്ടുണ്ട് അന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കാനുള്ള അധികാരം ഇപ്പോൾ സർക്കാർ അവരുടെ കയ്യിലല്ലേ. അതങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ അതിന് പകരം ഈ പഴയ ആരോപണങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കുഴപ്പം. ഇതിനകത്ത് ഒരു പ്രശ്നം, ഈ രാജ്യത്തുള്ള 8 ലക്ഷം കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഏറ്റവും മികച്ച 9 എണ്ണത്തിലൊന്നായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. സഹകരണ നവരത്ന എന്ന പദവിയിൽ ഇത് ഉൾപ്പെടുന്നുണ്ട്. ഈ നവരത്നങ്ങളിൽ ഒന്നാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. നമുക്ക് പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്താം, രാഷ്ട്രീയമായി പോരാട്ടങ്ങളിൽ ഏർപ്പെടാം, തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷേ അത് നമ്മൾ അഭിമാനിക്കുന്ന ചില സംഗതികളുണ്ട്. ഇപ്പം സഹകരണ മേഖലയിൽ നമ്മളിവിടെ അഴിമതിയൊക്കെ ഉണ്ടെങ്കിൽ അത് പിടിക്കണം, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ അഭിമാനിക്കത്തക്ക നിലയിൽ ചില സംഗതികളുണ്ടെങ്കിൽ അതിനെ എന്നേക്കുമായി ഇകഴ്ത്തി തകർത്ത് അരുത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു തിരുത്തൽ നടപടിയായിരിക്കും എന്ന് തന്നെ കരുതാം. ആ നിലയ്ക്കാണ് ഇപ്പോൾ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒരു തിരുത്തൽ നടപടി എന്ന നിലയ്ക്ക് നമുക്കിതിനെ കാണാം. PM ശ്രീയുടെ കാര്യത്തിലും ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ കാര്യത്തിലും ഇന്നിനപ്പുറത്തേക്ക് വലിയ സംശയങ്ങൾ ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ ഗുരു വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രവർത്തകരായ 14 യുവാക്കൾ അവർ നേരിട്ട അടിച്ചമർത്തലും സാമൂഹിക ബഹിഷ്കരണവും നേരിടാൻ രൂപം നൽകിയ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹകരണ സംഘത്തിന് 100 വയസ്സാണ് പ്രായം. ലോകത്തെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമായ സ്പെയിനിലെ മോൺട്രാഗൺ സഹകരണ സൊസൈറ്റിയുടെ മാതൃകയിലാണ് ഇപ്പോൾ ഊരാളുങ്കലിൻ്റെ പ്രവർത്തനം. എന്നാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഊരാളുങ്കലിനെതിരെ ആരോപണങ്ങളുടെ പെരുമഴയായിരുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരെ ഊരാളുങ്കലിന് മുകളിൽ വട്ടമിട്ട് പറന്നു. ഒടുവിൽ ഊരാളുങ്കലിന് മുന്നിൽ EDക്ക് പോലും മുട്ടുമടക്കേണ്ടി വന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച കടുത്ത അഴിമതി ആരോപണങ്ങളിൽ നിന്ന് അതിവേഗമാണ് UDF നിലപാട് മാറ്റിയത്. ഏഷ്യയിലെ ഏറ്റവും വലിയതും ലോകത്തെ 2ാം സ്ഥാനത്തുമുള്ള ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെക്കുറിച്ച് എന്തെല്ലാം ആരോപണങ്ങളാണ് കഴിഞ്ഞ 10 വർഷങ്ങളിലായി നമ്മൾ കേട്ടത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തിരുത്തിയാണ് ഇന്ന് നിയമസഭയിൽ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ മറുപടി നൽകിയതെന്നതാണ് ശ്രദ്ധേയം. എന്തായാലും ഇനിയും എന്തെല്ലാം യൂട്ടേണുകളാണ് കാണേണ്ടി വരിക എന്ന് കാത്തിരുന്ന് കാണാം. ഒരിടവേള കൂടി.